വിഷ്ണു ആ ഫോൺ ഇതാ. എന്തിനാ? എനിക്ക് വേണം. ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു. കാര്യം പറഞ്ഞാ തരാം. എനിക്ക് വേണം. കൊണ്ടുവാ. ഇതിന്റെ പാസ്വേഡ് എന്താ? എന്തിനാ? എന്താ കാര്യം പറയ്. നീ തുറക്കാതെയോ? തുറന്നുതരാ. അല്ല മേശ കുറേശ്ശെ തിന്നോ? കൊള്ളാലോ. ഇത് നിനക്ക് എവിടെ നിട്ടി? ഇന്നലെ ട്രെയിനിന്റെ അകത്ത്. ആര്യ എന്താ മോളെ തേപ്പ് കിട്ടിയന്റെ വിഷമത്തില് പാർക്കിൽ വന്നതാ? അല്ല മോളെ, സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വന്ന. അല്ല, ഇതാണോ നിന്റെ കാമുകൻ? ഓൾ ദ ബെസ്റ്റ്, നന്നായി വരും. നീ എന്താ എന്നെ കളിയാക്കിയതാണോ? അല്ലടി, ആശീർവദിച്ചതാ. എന്നാ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അതൊക്കെ ഒരു വലിയ കഥയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ പോരാ. ആര്യ, ഒരു മിനിറ്റ്, എനിക്ക് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് അവിടെ മാറി സംസാരിക്കാം. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലടാ തേപ്പ് കുട്ടി. പുതിയൊരുത്തിന് സെറ്റ് ആയില്ലേ, പോയി എൻജോയ് ചെയ്യട്ടോ. ആര്യ, നീ ദേഷ്യപ്പെടല്ലേ? എനിക്ക് അപ്പൊ സിറ്റുവേഷനിൽ പറ്റിപ്പോയതാ. നമുക്കൊരു 2 സെക്കൻഡ് അവിടെ മാറി സംസാരിക്കാം. എടാ, നിനക്ക് നാണുണ്ടോ? ഒരുത്തി പോകുമ്പോഴത്തേക്ക് മറ്റൊരുത്തിനെ കണ്ടുപിടിക്കാൻ, അത് എന്റെ ഫ്രണ്ടിനെ. നിനക്ക് ഇപ്പോഴെങ്കിലും കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ അവൾ അവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ എക്സായി എന്റെ അടുത്ത് വന്നിരിക്കേ. നീ ഉള്ളപ്പോ ഞാൻ നിന്റെ വില മനസ്സിലാക്കിയില്ല. നിനക്കറിയാലോ ഞാനോ ടോക്സിക് ആയിരുന്നു. അതുകൊണ്ടല്ലേ നീ എന്നെ വിട്ടുപോയത്. ഇപ്പൊ എന്നെക്കാട്ടിലും വലിയ ടോക്സിക് ആണ് ഇവിടെ. നീ എന്നെ എങ്ങനെയൊന്ന് രക്ഷിക്കും? നിനക്ക് അങ്ങനെ തന്നെ വേണം. അനുഭവിക്കുന്നീ. കേവലം ഞാനൊരു ഓൺലൈൻ PG എടുക്കുന്നതിനാണ് നീ നിട്ടേച്ച് പോയത്. സ്വന്തം കാമുകിക്ക് തന്നേക്കാൾ ക്വാളിഫിക്കേഷൻ വേണ്ട എന്നുള്ള ചിന്ത. മെയിൽ ഷോവനിസ്റ്റ് പട്ടി. അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ബിടെക് തോറ്റെന്നുള്ള കേട്ട് ഞാൻ മടുത്ത്. അതുകൊണ്ട് അന്ന് ഇങ്ങനെ സംഭവിച്ചു പോയതാ. അതിനല്ലടാ ഞാൻ നിനക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞേ. ഞാൻ ജോയിൻ ചെയ്ത സെയിം സ്ഥലത്ത് തന്നെ നിനക്ക് ജോയിൻ ചെയ്തേ. അപ്പോഴെന്താ നിനക്ക് ജാട? സോറി, ഞാൻ ഇനി നിന്നെ നല്ലപോലെ നോക്കിക്കോളാം. ഇപ്പൊ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം പറഞ്ഞോണ്ടോ? വിഷ്ണു